കർക്കിടക മാസത്തിൽ 10 ഇല കഴിക്കണമെന്നാണ് പ്രമാണം. തൊടിയിലെ താളിനും തകരയ്ക്കും തഴുതാമയ്ക്കുമെല്ലാം കർക്കിടകം തീന്മേശയിലേക്ക് പ്രവേശനം നൽകുമ്പോൾ പന്തിക്ക് പുറത്തു നിൽക്കുന്ന ഒരു സസ്യമുണ്ട്, മുരിങ്ങ. ഔഷധ ഗുണങ്ങളുടെ കലവറയായ മുരിങ്ങയില കർക്കിടകത്തിൽ വിഷമയമാകുമെന്നാണ് വിശ്വാസം. വർഷത്തിലെ 11 മാസവും സ്വീകാര്യതയുള്ള മുരിങ്ങയ്ക്ക് കർക്കിടകത്തിലുള്ള വിലക്കിന് പിന്നിൽ ഇലയിൽ രൂപപ്പെടുന്ന കട്ടിൻ്റെ സാന്നിധ്യമാണ്. ചവർപ്പുരസം കൂടും. മരച്ചീനിയിലും മറ്റും ഉള്ളതുപോലെ സയനൈഡിൻ്റെ അംശം കർക്കിടകമെത്തുമ്പോൾ നേരിയ തോതിൽ മുരിങ്ങയിലയിലും ഉണ്ടാകും. ആ സമയത്ത് മുരിങ്ങയില ഉപയോഗിച്ച് പാകം ചെയ്ത ഭക്ഷണം കഴിച്ചാൽ ദഹന പ്രശ്നങ്ങളും മന്ദതയും ഉണ്ടാകും. വർഷ ഋതുവിൽ ശരീരത്തിൻ്റെ ദഹനശേഷി കുറയുന്നതും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അന്തരീക്ഷത്തിലെയും മണ്ണിലെയും വിഷാംശം വലിച്ചെടുക്കാനും ശുചീകരിക്കാനും കഴിവുള്ള സസ്യമെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ പണ്ടുകാലത്ത് കിണറ്റുകരയിൽ മുരിങ്ങ നടുന്നത് പതിവായിരുന്നു. മുരിങ്ങത്തണ്ടിൽ ശേഖരിക്കുന്ന വിഷാംശം വർഷകാലത്ത് ജലത്തിലൂടെ ഇലകളിലെത്തുന്നതാണ് കട്ടുണ്ടാവാൻ കാരണമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാത്തത്.